നമസ്കാരം. ഇൻട്രോ പറയാത്തത് എന്താ വെച്ചാൽ നന്നായിട്ടാണ് മാറിയിട്ടില്ല. ക്ഷീണം, ഉള്ളിലൊരു ആകപ്പാടൊരു പനീൻ്റെ അങ്ങോട്ട് വിട്ട് മാറാത്ത അവസ്ഥ. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും കുഞ്ഞൊരു തക്കാളി കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. അച്ചാറെന്നോ സലാഡല്ല കേട്ടോ, അത് പ്രത്യേകം പറഞ്ഞുതരാം. ഒരു ടൊമാറ്റോ അച്ചാർ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് വ്യത്യസ്ത രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 നാടൻ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തക്കാളി നുറുക്കാം. ചെറുതാക്കിയിട്ട് നുറുക്കണം കേട്ടോ. എന്നിട്ടൊരു കുഞ്ഞു പാത്രത്തിലേക്ക് മതി, 2 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് അത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ തക്കാളിയും പച്ചമുളകും അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വയ്യ, സുഖമില്ല, ക്ഷീണം ഉണ്ടെന്ന് അടുക്കളയിലേക്ക് കിടക്കാൻ വയ്യ എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് മാത്രമല്ല കുട്ടികളെയും പഠിപ്പിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പോരെങ്കിൽ പിന്നെ നോക്കിയിടാമല്ലോ, അധികം ഉണ്ട. അതോടൊപ്പം തന്നെ അധികം പുളി ഇല്ലാത്ത തൈര്. നമ്മളിത് അടുപ്പത്തൊന്നും വയ്ക്കുന്നില്ല, തൈര് ധൈര്യമായിട്ട് ഒഴിക്കാം കേട്ടോ. ഞാനൊരു 3/4 ഗ്ലാസ് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാനുള്ളതേ ഉള്ളൂ. ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. കുറച്ചും കൂടി വേണം. അപ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു പണിയില്ല, അടുപ്പിൻ്റെ അടുത്തേക്ക് അധികം പോകണ്ടേ, ഒരു വറവ് മാത്രം മതിയേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് നമുക്ക്. അതിനായിട്ട് ഞാനിത് ഇങ്ങനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ലോണം കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ എരിയുള്ള മുളക് പൊടി. ഇനി ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. അതുപോലെ തന്നെ ഉലുവ ഞാൻ എപ്പോഴും പൊടിച്ച് വയ്ക്കാറുണ്ട്, ഇത് വറുക്കാതെ പൊടിച്ചതാട്ടോ. അതും ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഉലുവയുടെ പൊടിയുണ്ട്, കായത്തിൻ്റെ പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി, അതും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്കൊരു വറുത്തിടലാണ് വേണ്ടത് കേട്ടോ. അത് പ്രധാനമാണ്. നല്ലോണം ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്. നമ്മൾ എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ച്. ഞാൻ ഇപ്പോൾ 2 തക്കാളി കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു 1/2 കഷ്ണം, ഒരു 1/2 കഷ്ണം വലിയ തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ പാന് ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ എൻ്റെ സ്ഥിരം മുളകുണ്ടല്ലോ, അത് 2 ഇട്ട് കൊടുക്കാം. ഇഞ്ചി മൂത്തൊരു മണം വരും നമുക്ക്. പെട്ടെന്ന് തന്നെ ഇഞ്ചി മൂത്തോളൂ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊടികൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു യോജിപ്പ് വരട്ടെ, അതിൻ്റെ പച്ചമണം ഒന്നാണ് മാറട്ടെ കേട്ടോ. ഹായ്, ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാനും എളുപ്പം, കഴിക്കാനും സുഖം. മുളക് പൊടി ഇത്ര വേണ്ടെങ്കിൽ ഒഴിവായിക്കോളൂ കേട്ടോ. വറുത്തോട്ടാ കേട്ടോ. ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. നല്ലോണം തുടച്ചെടുക്കുക കേട്ടോ. നോക്കട്ടെ കേട്ടോ, എരി അധികം ഉണ്ടെങ്കിൽ ഇത്ര മതി. ഇല്ല, വല്ലാതെ എരിയില്ലെങ്കിൽ
ആ പാനൊന്ന് തുടച്ചെടുക്കാം. സൂപ്പർ മതി, എരിയുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. വല്ല മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ അതിലിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതൊന്നും എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന എളുപ്പത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇനി ഒരു അലങ്കാരമാവാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കാശ്മീരി ചില്ലിയുടെ പൊടിയില്ലേ, ജസ്റ്റ് ഒന്ന് ഒരലങ്കാരപ്പണി കേട്ടോ, മതി. സൂപ്പറായിട്ടുള്ള തക്കാളി ചട്നിന്നോ അല്ലെങ്കിൽ തക്കാളി ഉപ്പിലിട്ടതോ എന്ത് വേണമെങ്കിൽ പറയാം. അതിലൊന്നല്ല കേമത്തരം. ഭക്ഷണം കഴിക്കുമ്പോൾ ഉപയോഗിക്കുക, സാദോടെ കഴിക്കുക, അതൊക്കെയാണ്. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പനി മാറിയതിന് ശേഷമേ അവിടെ കഴിക്കൽ തുടങ്ങിയിട്ടില്ല ശരിക്കും. അവിടെ വളരെ കുറച്ച് ചോറ് എടുത്തിരിക്കണം കേട്ടോ. നമ്മുടെ തക്കാളി വിളക്കി കൊടുക്കാം. ഉഷാർ ഉരുട്ടാട്ടോ, ഉരുട്ടാം. തങ്ങട് വയ്ക്കട്ടെ കേട്ടോ. ചോറ് നല്ല ചൂടുണ്ട്. എന്തായാലും ചൂടില്ലാത്ത സംഭവമല്ലേ, അതുകൊണ്ട് ഉരുട്ടാൻ എളുപ്പമാണ്. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ആ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ, ഒരു പച്ചമുളക് ഇട്ടതിൻ്റെ, തക്കാളിയുടെ ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ കുറേ സിമ്പിൾ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒക്കെ ഓരോന്നായിട്ട് പുറത്ത് വരുന്നതായിരിക്കും. എല്ലാവരും കഴിച്ചോളൂ. എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.